ചപ്പാത്തി റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ. ഞാൻ കുറച്ച് വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ തന്നെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്കിന്ന് നല്ലപോലെ ഒന്ന് വെജിറ്റബിളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ ഇങ്ങനെ ബോൺലെസ് ആയിട്ട് എടുത്തിരിക്കുക. നമ്മൾ ചിക്കൻ്റെ ആ എല്ലില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അത് ചപ്പാത്തിക്കകത്ത് റോള് ചെയ്ത് വെക്കുമ്പം ബോണൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പ്രയാസം. അതുകൊണ്ട് നമ്മൾ ബോൺലെസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ നമ്മൾ ചെറിയതായിട്ടൊന്ന് അരിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ഇത് ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ഇതിന് ഒരു ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമ്മൾ ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ചപ്പാത്തിക്ക് ഇതുണ്ട് മാവ് ഇത്തിരി ഒന്ന് കുഴച്ച് വെച്ചതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ചപ്പാത്തി റോൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മൈദയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയാണ് ഞാനിപ്പം കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി വേണം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഒരു സ്പൂണ് ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കിടാം. പിന്നെ ഇത്തിരി സോയാ സോസും വേണം. അതൊക്കെ നമുക്കൊരു ആവശ്യമനുസരിച്ച് ചേർക്കാൻ കൂടുതലോ കുറവ്, എന്നാലും ഒരു ചെറിയ സ്പൂണ് സോയാ സോസും കൂടി ചേർക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കനും ഈ വെജിറ്റബിളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തീരെ കനം കുറച്ചിട്ട് വേണം അരിയാൻ. വീതിയായിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്ത് നല്ലപോലെ കനം കുറച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വിട്ട് വേവിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തീരെ കനം കുറച്ച് തന്നെ അരിയണം. ഒന്ന് നല്ലപോലെ ഒന്ന് കനം കുറച്ച് അരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ബാക്കി ചിക്കനെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചിക്കനെല്ലാം നമ്മൾ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ യെല്ലോ കളർ വരുന്നത്. നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒന്ന് തീരെ ചെറുതായിട്ട് നമ്മൾ അരിയണ്ട. ഇതുപോലെ ഇങ്ങനെ നല്ല നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ക്യാരറ്റൊക്കെ നമുക്ക് നല്ല നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനവില്ലാതെ അരിഞ്ഞാൽ മതി. വെജിറ്റബിളല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം കൂടി അരിഞ്ഞെടുക്കണം. പിന്നെ ക്യാപ്സിക്കം ആണെങ്കിൽ ഞാൻ ഒന്ന് നടുക്കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കണ്ടിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിളെല്ലാം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇത് നമുക്കിടാം. ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ചപ്പാത്തി റോളല്ലേ, നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ട് വരല്ല. അത് കാരണം നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. ക്യാപ്സിക്കം തന്നെ നമ്മൾ ഒരെണ്ണം മുഴുവനോടെ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യമനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണ്ണം മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ തന്നെ ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി നല്ലതുപോലെ ഒന്ന് വേകുന്നൊരു പരുവമായിട്ട് വേണം നമ്മൾ വെജിറ്റബിൾ ചേർക്കാൻ. ഇച്ചിരി നേരം ഒന്ന് ഇളക്കി ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് മൂടി വെക്കണം. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എരിവനുസരിച്ച് പിന്നെ ചേർക്കാം. ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് ചിക്കൻ ഒന്ന് ആദ്യം വെന്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ നമ്മൾ ചേർത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ ചിക്കൻ ഒരു 4-5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചെറിയ പീസായിക്കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയത്തിന് ഞാൻ ഒരു സൈഡിലോട്ട് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ചപ്പാത്തി റോൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആകുമ്പം തീരെ കട്ടി കുറഞ്ഞുണ്ടാക്കല്ലേ. നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇത്തിരി ഒരു കട്ടിക്ക് എടുക്കണം. ഒരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി നമ്മൾ വെന്തെടുക്കുമ്പോൾ ഒരു ഇത്തിരി എണ്ണയും കൂടിയും തൂത്തിട്ട് എടുക്കണം.
നല്ല ചപ്പാത്തി ഇതിന് നമ്മൾ ചപ്പാത്തി റോള് കഴിക്കുന്നതിനൊക്കെ താമസിച്ചു പോയാൽ സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് എടുക്കാതിരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്തിരി എണ്ണ തൂത്ത് ചപ്പാത്തി എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കാണും. ഞാനൊരു ശകലം എണ്ണ ഇതിലൊന്ന് തൂത്തിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് വേണ്ട, നമ്മൾ വളരെ ചെറുതായിട്ടൊന്ന് തൂത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 ചപ്പാത്തിക്കുള്ളത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ചപ്പാത്തിയും കൂടെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വളരെ ചെറിയ പീസായതുകൊണ്ട് പിന്നെ വെന്തില്ലെങ്കിൽ നമ്മൾ ഇത്തിരി നേരം കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഒന്നിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് ഈ ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് ഇത്തിരി വഴന്നിട്ട് ചിക്കനൊന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ ആയിട്ട് വെജിറ്റബിളൊക്കെ വഴറ്റുവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എളുപ്പമാണെങ്കിൽ ആ ചിക്കൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് ഉള്ളിയിലൊക്കെ പിടിച്ച് വരും. ഇവിടെ നമുക്ക് ക്യാരറ്റും ക്യാബേജും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടിയും ചേർക്കണം വെജിറ്റബിളിന് വേണ്ടിയ. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കുന്നില്ല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം. എങ്കിൽ നമ്മൾ ഈ ക്യാരറ്റും ക്യാബേജൊക്കെ പച്ച ഇല്ലാതെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഒന്ന് സ്ലോ ഫ്ലെയിമിൽ നമ്മളൊരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അങ്ങനെ ഒരുപാട് വെന്തും പോകണ്ട. ഞാൻ ഇച്ചിരി 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിക്കുകയാണ്. ചെറിയ ടീസ്പൂണിനാണ് ഒഴിക്കുന്നത്, ഒരുപാട് ഒഴിക്കുന്നില്ല. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാൻ 2-3 മിനിറ്റ്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ ഈ ആവി വെള്ളമൊക്കെ വീണിട്ട് അത് ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് തോർത്തിയിട്ട് വേണം എടുക്കാൻ. നല്ലപോലെ വെള്ളമൊക്കെ പറ്റിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ അത് ഓരോരോ ചപ്പാത്തിക്കകത്തൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് നല്ലതുപോലെ നിറച്ചെടുത്തിട്ട് ഇതുപോലെ എടുത്ത് ചപ്പാത്തിയൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലൊക്കെ വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് പോലെ ആയിട്ട് നമുക്ക് കഴിക്കാം. ലഞ്ചായിട്ടും കഴിക്കാം. യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയാൽ വഴിക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ബാക്കി ചപ്പാത്തിക്കകത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചപ്പാത്തി റോള് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ അറിയിക്കണം. എങ്കിലും നമുക്ക് പിന്നെ എന്നാ വ്യത്യാസമൊക്കെ വരുത്തേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.